അത്താണി വരെ പോയി എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണോ ഞങ്ങൾ മൂന്നാളും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത വണ്ടി ലാസ്റ്റ് എത്തി നിന്നത് തൃശ്ശൂരായിരുന്നു കേട്ടോ. എന്തായാലും പൂരത്തിൻ്റെ അന്ന് ഭയങ്കര ക്രൗഡൊക്കെ ആയി കാരണം ഞാൻ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വീർപ്പിട്ടു. നൈറ്റ് പോയിട്ട് തന്നെ ഞാൻ വേർത്ത് കുളിച്ചൊരു ഇതായിട്ടുണ്ടായിരുന്നു. നോർമലി ഞാൻ ആ പൂരത്തിൻ്റെ അന്നല്ല പിറ്റേ ദിവസം പോകാറുണ്ടായിരുന്നു. പക്ഷേ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര തിരക്ക്. പിന്നെ ഋതുവിനൊന്നായിട്ട് പോകാമെന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ട് ചേട്ടൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ തലേ ദിവസം ഒന്ന് കൊണ്ടുപോയി ഫുൾ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് നേരെ പോയതാണ് കേട്ടോ. നോർമലി ഞങ്ങൾ വലിയ തിരക്കുള്ള സ്ഥലത്തേക്കൊക്കെ അടുത്തൊക്കെയാണ് ടൂ വീലറിൽ പോകാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് പ്ലാൻഡ് അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കാറിൽ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പൂരത്തിൻ്റെ തലേ ദിവസം നൈറ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു കേട്ടോ പോകണം. എങ്ങനെ ക്രൗഡ് ഞാൻ രണ്ട് സൈഡായിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടായിരുന്നത്. കൊമ്പുകുലുക്കി പയ്യെ പയ്യെ മുന്നിൽ വരുന്നൊരു നേരത്തെ ഞാൻ പൂവൻ വാഴപ്പഴവും മോലക്കടിയും നൽകാം ഞാൻ. ഡുണ്ടുണ്ടും ഡുണ്ടുണ്ടും ഡുണ്ടുണ്ടുണ്ടുണ്ടും ഡുണ്ടുണ്ടും ഡുണ്ടുണ്ടും ഡുണ്ടുണ്ടുണ്ടുണ്ടും കൊമ്പുകുലുക്കി പയ്യെ പയ്യെ മുൻപിൽ വരുന്ന നേരത്തെ ഞാൻ പൂവൻ വാഴപ്പഴം ഓളത്തടിയും നൽകാം ഞാൻ. ഡുണ്ടുണ്ടും ഡുണ്ടുണ്ടും ഡുണ്ടുണ്ടുണ്ടുണ്ടും. കഴിഞ്ഞ കൊല്ലവും ഞങ്ങൾ പൂരം കാണാൻ വന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ ഞാൻ ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയണ്ടായിരുന്നില്ല. കുറേ തിരഞ്ഞ് കറങ്ങി നടന്നിട്ടാണ് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു സ്പേസ് കിട്ടിയത്. അപ്പോൾ അവിടെ തന്നെ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഋതുമോളാണെങ്കിൽ 2 അടി വെക്കും, അത് കഴിഞ്ഞ് അമ്മ എടുക്കുമെന്ന് പറയും. പിന്നെ ഞങ്ങൾ അവളെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് 2 പേരും 2 കൈ പിടിച്ചിട്ട് ജമ്പ് ചെയ്തോളം പറയായിരുന്നു കേട്ടോ ചെയ്തായിരുന്നു. ജമ്പ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഞണ്ടി കിടക്കുമ്പോൾ ഋതുമോൾക്ക് ശക്തി വന്നു, ഇനി കുറച്ച് നേരം നടക്കാട്ടാന്ന് വേണ്ടി ഞങ്ങൾ സോപ്പ് ഇട്ടിട്ട് കുറച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആനനെ കാണാമല്ലോ വിചാരിച്ച് ആനയുടെ അടുത്ത് പോയി മതപ്പാടിലാണ് അങ്ങോട്ട് പോകണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വെടിക്കെട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുഴികളൊക്കെ. അതൊക്കെ JCB വന്ന് മൂടിയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ചുറ്റി നടന്ന് എവിടെയൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇത് ക്ലേ ഇല്ലാണ്ട് മൂപ്പർക്ക് ഇരിക്കപ്പുറതി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് എത്രാമത്തെ ക്ലേ മേടിക്കണമെന്ന് പോലും അറിയില്ല. ഇതിന് ക്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. 1 ടൈം യൂസ് ആണ്. ഇത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. ഒരു റബ്ബർ എന്നുള്ള ഒരു കൺസിസ്റ്റൻസിൽ നിന്ന് മാറിയിട്ട് വേറെ ഒരു പ്ലാസ്റ്റിക് പോലെ ആവുകയാണ് ചെയ്യണത്. പിന്നെ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ വേറെ നിവൃത്തിയില്ല. 2 അടി നടക്കണുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഗതികേട് കൊണ്ട് വാങ്ങിച്ചു കൊടുത്തതാണ്. അങ്ങനെ കുറച്ച് നേരം നടന്ന് കണ്ടിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിനോടേക്ക് പോകാനായിട്ട് നല്ല ബ്ലോക്ക് ഉണ്ട്. വണ്ടി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ റൗണ്ടിലൊന്നും വണ്ടി കിട്ടുന്നുണ്ടായിരുന്നില്ല. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ വയ്യ വരണ്ടേർന്നില്ല. ഈ നടന്ന് തോറ്റിട്ട് അങ്ങനെ ഒരു ഓട്ടോ കിട്ടിയിട്ടോ. ഞങ്ങൾ 3 പേരും കൂടി ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഓട്ടോയിൽ പോകേണ്ടത്. ഞാനും ഋതുവും കൂടി പോയിട്ടുണ്ട്. ഋതുവിൻ്റെ അച്ഛനായിട്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഓട്ടോയിൽ കയറിയിട്ട് വണ്ടി പാർക്ക് ചെയ്തതിനോടേക്ക് പോകാറുണ്ട് കേട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വിധേന ഈ വണ്ടിയുടെ അവിടേക്ക് എത്തി. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ അത്താണി വന്ന് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം ഒരു 11:30 ആയിട്ടുണ്ടാവും. സെലക്സ് തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടം അവിടെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു മന്തി ഹണി മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് കിട്ടി, ചേട്ടന് കിട്ടിയില്ല എന്നുള്ള എക്സ്പ്രഷനാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.